സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. 4 അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളം സംസ്ഥാനപാത 1-ാം കല്ലിൽ വെള്ളക്കെട്ട് രൂക്ഷം. കാനകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പരാതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ക്യാമ്പുകൾ. 54 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ 1 കിണർ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് ബിജീഷും ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബം പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. അല്പനിമിഷത്തിനുള്ളിൽ വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. മഴയിൽ വീടിന്റെ ചുവരുകൾക്കിടയിലേക്ക് വെള്ളമിറങ്ങിയതാണ് ഇടിയാൻ കാരണമെന്ന് കരുതുന്നു. തെക്കുംകര വിരുപ്പാക്കിയിൽ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്പ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. കാനകളുടെ അഭാവം മൂലം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിലെ 1-ാം കല്ല് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ചിലയിടങ്ങളിൽ കാനകൾ ഇല്ലാത്തതും റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതർ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തമാണ്. ചെറിയൊരു മഴ പെയ്താലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ വെള്ളം സംസ്ഥാന പാതയിലേക്ക് കവിഞ്ഞൊഴുകും. ഇതിനു പുറമെ ചില ഭാഗങ്ങളിലെ കാനകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് റോഡിന്റെ വശങ്ങളിൽ കൊണ്ടിട്ട് മൺകൂനകളായി മാറി. അടിയന്തര പ്രശ്നങ്ങളിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും വ്യാപകമാണ്. വെള്ളക്കെട്ടുണ്ടായാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലാണ് അപകട സാധ്യതയുമായി വെള്ളക്കെട്ട് തുടരുന്നത്. TCV വടക്കാഞ്ചേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണമാണ്. വ്യാഴാഴ്ച നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്തും. 23-ന് ജനവിധി അറിയാം. 7 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് മണ്ഡലം. പ്രചാരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണമിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണമിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. 2 കുട്ടികളുടെ അമ്മയായ 38-കാരിയാണ് പരാതിക്കാരി. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു.
വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ മിനി, നെല്ലിക്കൽ വീട്ടിൽ വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് പണിക്ക് വന്നതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെമിനിന് കുത്തേറ്റത്. 3 പേരെയും മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കയ്പമംഗലത്ത് കൂരിക്കുഴി ബാബുലുലും മദ്രസയിലാണ് ക്യാമ്പ് തുറന്നത്. പഞ്ചായത്തിലെ 2-3 വാർഡുകളിൽ നിന്നുള്ള 5 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിൽ ക്യാമ്പ് തുറന്നു. 6-ാം വാർഡ് കോഴിത്തുമ്പ് പ്രദേശത്തു നിന്നുള്ള 10 കുടുംബങ്ങളിൽ നിന്നുള്ള 18 പേരാണ് ക്യാമ്പിലുള്ളത്. കനോലി കനാൽ കരകവിഞ്ഞതോടെയാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. കനത്ത മഴയെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ വെള്ളം കയറി. ഇരുവശത്തുമുള്ള കോൾപ്പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞാണ് റോഡിലേക്ക് വെള്ളം കയറിയത്. മനക്കൊടി പുള്ളു റോഡ്, മനക്കൊടി കോടന്നൂർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ തുടരുകയാണെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ചാഴൂർ, പാറളം, അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി പുരയിടങ്ങൾ വെള്ളത്തിലായി. ഇനിയും വെള്ളം കയറിയാൽ വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കോൺഗ്രസ് ചന്ദ്രാപിന്നി 12-15 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം കണ്ണംപുള്ളിപ്പുറത്ത് നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. KV ലോഹിതാശൻ അധ്യക്ഷനായിരുന്നു. CS രവീന്ദ്രൻ, സജയ് വയനപ്പള്ളി, PD സജീവൻ, ഉമറുൽ ഫറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം അംഗങ്ങളുടെ മക്കളിൽ SLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, EK ശശീന്ദ്രൻ, CS സുരമ്യ തുടങ്ങിയവർ സംസാരിച്ചു. അമല ആയുർവേദ വിഭാഗം മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രത്യേക ഔഷധക്കൂട്ടുമായി കർക്കിടക സ്റ്റാൾ ആരംഭിച്ചു. ആയുർവേദ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് രൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യാതിഥിയായിരുന്നു. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ടയെ കണ്ടെത്തി. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിലാണ് ചത്ത തേരട്ടയെ കണ്ടെത്തിയത്. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അനധികൃത മരുന്നുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും തൃശൂർ സിറ്റി പോലീസും ചേർന്ന് തൃശൂർ ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകളിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ 5 കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 22 കടകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും 2 ഷോപ്പുകൾക്ക് താക്കീത് നൽകുകയും ചെയ്തു. ജില്ലയിലെ ചില മെഡിക്കൽ ഷോപ്പുകളിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ഷെഡ്യൂൾ H1 കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾ വിൽപ്പന നടത്തുന്നുവെന്നുള്ള രഹസ്യവിവരം ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. കയ്യിൽ സ്റ്റീൽ വള കുടുങ്ങി പഴുത്ത ദുർഗന്ധം വമിക്കുന്ന പ്രസാദിന് വേദന കടിച്ചമർത്തുന്ന ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിയാറില്ല. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തകരുള്ള ഗുരുവായൂരിന്റെ തെരുവിലാണ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ചെറുപ്പക്കാരൻ നരകയാതന അനുഭവിക്കുന്നത്. മാനസിക വൈകല്യമുള്ള പേരാമംഗലം സ്വദേശി ആറ്റുവളപ്പിൽ പ്രസാദാണ് ക്ഷേത്രനഗരിയിൽ തീരാ നോവായി മാറിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലധികമായി തെക്കേനടയിലെ മഹാരാജ ജംഗ്ഷനിൽ കടവരാന്തകളിലാണ് കഴിയുന്നത്. ഉത്സവങ്ങൾക്ക് വിളക്ക് പിടിക്കലും ആനപ്പുറത്ത് കുടപിടിക്കലുമൊക്കെയായിരുന്നു ജോലി. വർഷങ്ങൾക്ക് മുൻപ് ആനപ്പുറത്തുനിന്ന് വീണ വലതുകൈയുടെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് സ്റ്റീൽ കമ്പി ഇട്ടിരുന്നു. വർഷങ്ങളായിട്ടും സ്റ്റീൽ കമ്പി നീക്കാതെ പഴുപ്പ് കയറിയതിനെ തുടർന്ന് നാട്ടുകാർ സഹായിച്ചാണ് നീക്കം ചെയ്തത്. വലതുകൈയിലെ വളയിട്ടിരിക്കുന്ന ഭാഗം കുടുങ്ങിക്കിടന്ന് പഴുപ്പ് കയറിയിരിക്കുകയാണ്. ആരും കാണാതിരിക്കാൻ കൈ തുണിയിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അസഹ്യമായി ദുർഗന്ധം വമിക്കുകയും ഈച്ചകൾ പൊതിയുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇയാൾ തയ്യാറാകുന്നില്ല. നിരന്തരം കാണുന്ന നമ്മുടെ പ്രസാദ്, അവന്റെ കയ്യിൽ വളയും മോതിരവും കുടുങ്ങിയിട്ട് ഒരു 1.5 മാസമായി. ഇപ്പോ വളരെ മണം വരുന്ന രീതിയിലാണ് ഇപ്പോ അവന്റെ കയ്യിൽ മൂടിക്കെട്ടി നടക്കുന്നത്. അതിന് സാമൂഹ്യ വകുപ്പും ബന്ധപ്പെട്ടവരും ചികിത്സ സഹായം നൽകി അവനെ നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കണം.
ഈ സ്ഥിതി തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അന്തിക്കാട് KK മേനോൻ ഷെഡിന് സമീപത്തെ തണ്ണീർത്തടം കരകവിഞ്ഞൊഴുകി. അന്തിക്കാട് സെന്റർ, വാമനമൂർത്തി ക്ഷേത്ര പരിസരം, KK മേനോൻ ഷെഡിന്റെ പടിഞ്ഞാറ് ഭാഗം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ പുറമ്പോക്ക് തോട്ടിലെ ഒഴുക്ക് നിലച്ചതാണ് വെള്ളം കയറാനിടയാക്കിയത്. ഇളവള്ളിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മരണാനന്തര ചടങ്ങുകളെയും ബാധിച്ചു. കടവല്ലൂർ അത്താണിക്കൽ പരേതനായ കൊച്ചുണ്ണിയുടെ ഭാര്യ സരോജിനിയുടെ മൃതദേഹം വെള്ളത്തിലൂടെ ഏറെ ദൂരം ചുമന്നാണ് വൈദ്യുതി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. പഞ്ചായത്തിലെ വഞ്ചിക്കടവ് റോഡും വീടും വെള്ളക്കെട്ടിലായതിനാൽ സരോജിനിയുടെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് കരകവിഞ്ഞത് മൂലമാണ് റോഡ് വെള്ളക്കെട്ടിലായത്. മഴ ശക്തമായതോടെ ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. വഞ്ചിക്കടവിൽ നിന്ന് 3 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കനോലി കനാൽ, മത്തിക്കായൽ എന്നിവ കരകവിഞ്ഞു. ഗ്രാമീണ റോഡുകൾ ഭൂരിഭാഗവും വെള്ളക്കെട്ടിലകപ്പെട്ടു. ചില റോഡുകളിൽ വാഹനം കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വേദപഠനത്തോടൊപ്പം മേളപഠനവും നടത്തി ചരിത്രം സൃഷ്ടിച്ച തൃശൂർ വടക്കേമഠം ബ്രഹ്മസ്വം മഠത്തിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. മഠത്തിലെ PR അഭിനന്ദ്, M സിദ്ധാർത്ഥ്, ശ്രീ കേശവ്, KV ജിഷ്ണു, അശ്വിൻ കൃഷ്ണ, യദു കൃഷ്ണൻ എന്നീ 6 വേദ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റമാണ് നടന്നത്. ബ്രഹ്മസമഠത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേദവിദ്യാർത്ഥികൾ മേളം പഠിക്കുന്നതും ഇത്തരത്തിൽ മഠത്തിൽ അരങ്ങേറ്റം നടത്തുന്നതും. പാറമേക്കാവ് അഭിഷേകിന്റെ ശിക്ഷണത്തിലാണ് ഇവർ മേളം അഭ്യസിച്ചത്. 1.5 വർഷത്തോളം നീണ്ട ചിട്ടയായ പഠനത്തിലൂടെയാണ് 6-അംഗ സംഘം ചെണ്ടക്കോലിൽ മേളപ്പെരുക്കം തീർക്കാൻ കാലങ്ങൾ ഹൃദിസ്ഥമാക്കിയത്. ശനിയാഴ്ചകളിൽ 1 മണിക്കൂർ നേരം മഠത്തിൽ വച്ചാണ് മേളപ്പഠനം നടന്നത്. മഠത്തിൽ നടന്ന ചടങ്ങിൽ മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാർ മേളം അരങ്ങേറ്റത്തിന് തിരിതെളിയിച്ചു. തുടർന്ന് ആശാനും ശിഷ്യന്മാരും വേദമന്ത്രങ്ങൾ സദാ മുഴങ്ങുന്ന മഠത്തിൽ മേളപ്രപഞ്ചം സൃഷ്ടിച്ചു. അരങ്ങേറ്റം വീക്ഷിക്കാനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും മഠം ജീവനക്കാരും സഹവിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയിരുന്നു. വരും വർഷങ്ങളിലും താൽപ്പര്യമുള്ള വേദവിദ്യാർത്ഥികളെ മേളം അഭ്യസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് മഠം ഭാരവാഹികൾ അറിയിച്ചു. TCV തൃശൂർ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കാളമുറി സ്വദേശി പോത്താംപറമ്പിൽ വീട്ടിൽ മനുവിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവർക്കെതിരെയും കാപ്പ ചുമത്തി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 40 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 99 ഗുണ്ടകളെ കാപ്പ ചുമത്തി 59 പേരെ കാപ്പ പ്രകാരം നാടുകടത്തുകയും ചെയ്തു. അയ്യന്തോൾ പഞ്ചിക്കൽ നിന്ന് കാർത്യായനി ക്ഷേത്രം വഴി പൂങ്കുന്നത്തേക്ക് പോകുന്ന കാഞ്ഞിരപ്പള്ളം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പൂങ്കുന്നത്ത് നിന്ന് തിരിച്ചുവിടുന്ന വാഹനങ്ങൾ ഈ വഴിക്കാണ് പുഴയ്ക്കൽ ജംഗ്ഷനിലേക്ക് പോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റത്തോട് മൂപ്പള്ളി തേക്ക് തോട്ടത്തിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൽ
ചോർച്ച പരിശോധിക്കുന്നതിനിടയിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടാണത്ര സ്വദേശി മരിച്ചു. വട്ടാണത്ര കൈനത്തൂടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മെയ് 30 കണ്ണമ്പത്തൂർ പൊന്നാമ്പടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിൽ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇനി നോക്കാം വാണിജ്യം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൈലം IAS തൃശൂരിൽ സൗജന്യ IAS സെമിനാർ സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9 തൃശൂർ പേൾ റീജിയൻസിയിലാണ് സെമിനാർ നടക്കുക. പി ബാലചന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും. സൈലം അക്കാദമിക് ഹെഡ് അസീം അക്രം, എഡ്യൂക്കേറ്റർമാരായ റിനോ മറിയം, അക്ഷയ് ഷാജി എന്നിവർ ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നടത്തുമെന്ന് സൈലം ഗവൺമെന്റ് എക്സാം കോർഡിനേറ്റർ ദിനീഷ്, ഫെസിലിറ്റി മാനേജർ സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും സൗജന്യമായി നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ 7356069700, 7356065200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. IAS IPS ഓഫീസറായി സിവിൽ സർവീസ് കരിയർ സ്വപ്നം കാണുന്നവർക്ക് സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ ആവശ്യമായ മികച്ച പരിശീലനം നൽകുകയാണ് സൈലം സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9200 രൂപ, പവന് 73600 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. 4 അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളം സംസ്ഥാനപാത 1-ാം കല്ലിൽ വെള്ളക്കെട്ട് രൂക്ഷം. കാനകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പരാതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.